ആ ഡാനി, എനിക്കൊരു റീത്ത് വേണം. മനോഹരമായ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഒരു റീത്ത്. ചത്ത് വെള്ള പൊതിപ്പിച്ച് കിടത്തുമ്പോ സ്വാതിയുടെ നെഞ്ചിൽ വെക്കാൻ സുന്ദരമായ ഒരു റീത്ത്. എവിടെ വെച്ചാ? അയ്യോ, ഏത് ആശുപത്രിയില? ഞാനിപ്പോ വരാം. വല്ലിച്ച, എന്താ എന്താ ഇങ്ങനെ വല്ലിച്ച, നീലിന്റെ വണ്ടി ആക്സിഡന്റ് ആയെന്ന്. വല്ലിച്ച, എന്നിട്ട് അവർക്ക് എന്തെങ്കിലും പറ്റിയോ? വല്ലിച്ച, വല്ലിച്ച, എന്താടാ? ദാ വരണു. എന്താടാ വല്ലിച്ച, വീണ്ടും വല്ല പ്രശ്നം ഉണ്ടായോ? നീലേട്ടന്റെ കാർ ഇടിച്ചു. എന്നിട്ട് അവരെവിടെ? അവർ രണ്ടുപേരും ഹോസ്പിറ്റലില്ല. അബോധാവസ്ഥയിലെ രണ്ടുപേരെയും കൊണ്ടുപോയിരിക്കുന്നത്. ഈശ്വര കാക്കണേ. വണ്ടി എടുക്കുമ്പോ ഏട്ടത്തിയുടെ മുഖം മുഴുവൻ ബ്ലഡ് ആയിരുന്നു പറഞ്ഞത്. വല്ലിച്ചൻ വേഗം റെഡിയാവും, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ കത്തിക്കരിച്ചത് മാത്രമല്ല, ചോരയിൽ കുളിപ്പിച്ചിട്ടാ അവളെ ദൈവം വിട്ടത്. ഓ, എത്രയും പെട്ടെന്ന് ഗൗരിയച്ചെ അറിയിക്കണം. ഹലോ, എന്താടി നീ വീട്ടിലെത്തിയോ? ആ, വീട്ടിലേക്ക് എത്തി. ഇപ്പൊ ഞാൻ വിളിച്ചതേ ഒരു അത്യാവശ്യ കാര്യം പറയാനാ. എന്താ? ആ ആനക്കുട്ടിക്ക് പിന്നെയും പണി കിട്ടി. ആക്സിഡന്റ്. ആക്സിഡന്റോ? ദേ ചോരെ കുളിച്ചേ ഏതോ ആശുപത്രി കിടപ്പുണ്ടെന്ന്. എടി, ഉള്ളതാണോ? ഗൗരിയേച്ചി, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടായി. ആ ദേ വല്യച്ഛനും കിരീടനും കൂടെ ഇപ്പൊ ആശുപത്രിയിലേക്ക് പോവും. നമുക്കൊന്ന് പോണ്ടേ അവരെ കാണാൻ? പിന്നെ പോണം. ആദ്യം നീ ഇത് പറ, എങ്ങനെ ആക്സിഡന്റ് പറ്റിയത്? അതെനിക്കറിയില്ല. ഏതായാലും സംഗതി ചെറുതല്ല. ആ പിന്നെ എന്നാ വെച്ചോ, ഇനി എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ വിളിക്കാം. ശരിയടി. അപ്പോ കളി വേറാരോ കളിച്ചു. ഇനി ഇതിന്റെ പിന്നിലും വേദയായിരിക്കോ? മോനെ, എടാ നീലേ. നീലേ, ഡോക്ടർ, ഇവന്റെ ഭാര്യ സ്വാതി മോളെവിടെ? എന്താ എന്റെ കുട്ടികൾക്ക് പറ്റിയ ഡോക്ടർ? അതെ, സാർ ഇങ്ങനെ ഒച്ച വെക്കരുത്. മിസ്റ്റർ നീലിന് സാരമായ കുഴപ്പങ്ങളൊന്നുമില്ല. ആക്സിഡന്റിന്റെ ആഘാതത്തിൽ നെക്ക് ഡിസ്ലൊക്കേറ്റഡാ. ഇപ്പോ ഇഞ്ചക്ഷന്റെ സെഡേഷനിലാ പേഷ്യന്റ്. ഡോക്ടർ, ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ സ്വാതി, അവൾക്ക് എങ്ങനെയുണ്ട്? അവർക്ക് ഇത്തിരി സീരിയസാ. കൊണ്ടുവരുമ്പോ കുറച്ച് ക്രിട്ടിക്കൽ കണ്ടീഷൻ ആയിരുന്നു. ഡോക്ടർ, എന്റെ സ്വാതി മോൾക്ക് എന്താ പറ്റിയേ? അതിന് നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് ബോധം തെളിഞ്ഞിട്ടില്ല ഇതുവരെ. എന്തായാലും ജീവൻ അപകടമൊന്നുമില്ല. എവിടെയുള്ളത്? ഇപ്പൊ ICUലുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒന്നങ്ങോട്ട് ചെല്ലൂ. ഓക്കെ ഡോക്ടർ. മോനെ, നീ ഇവിടെ നിൽക്ക്, ഞാൻ മോളുടെ അടുത്ത് പോയിട്ട് വരാം. ഡോക്ടർ, പുറത്താകിയ പത്രക്കാരും ചാനലുകാരുമാ. ഇദ്ദേഹത്തിന്റെ കുറെ ആരാധകരും കൂടിയിട്ടുണ്ട്. ഒരാളെ പോലും അകത്തേക്ക് കയറ്റി വിടരുതെന്ന് പ്രത്യേകം പറയണം. വേഗം ചെന്ന് സെക്യൂരിറ്റിയോട് വിവരം പറയും. ചെല്ല്.
സിനിമാക്കാർക്ക് അപകടം പറ്റി വന്നാലുള്ള കുഴപ്പം ഇതാ, പിന്നാലെ ഒരു പട തന്നെ ഇടിച്ച് കയറി വരും. നിങ്ങൾ നീൽ സാറിന്റെ അനിയനാണോ? അതെ ഡോക്ടർ, ഏട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഭാഗ്യത്തിന് ഹെഡ് ഇഞ്ചുറി ഒന്നുമില്ല, ഒരിടത്തും ഒടിവും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ കാര്യം ഇത്തിരി പ്രശ്നത്തില. സ്കാനിംഗ് റിപ്പോർട്ട് എവിടെ? ഉണ്ട് മാഡം. ബന്ധുക്കൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ? നീൽ സാറിന്റെ അച്ഛൻ പുറത്തുണ്ട് മാഡം. ഡോക്ടർ, അബോധാവസ്ഥയിൽ കൊണ്ടുവരുമ്പോഴും പേഷ്യന്റ് വയർ അമർത്തിപ്പിടിച്ച് ഞരങ്ങുന്നുണ്ടായിരുന്നു. ഇവരാണോ വാഹനം ഡ്രൈവ് ചെയ്തത്? ആണെന്നാ കൊണ്ടുവന്നവർ പറഞ്ഞത് മാഡം. പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തോ? ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് മാഡം. ഒബ്സർവേഷനിൽ ഇരിക്കണം. ഓക്കെ. ബോധം വരുമ്പോ എന്നെ ഇൻഫോം ചെയ്യണം. ഓക്കെ മാഡം. എന്തായാലും ഒരു USG കൂടെ എടുത്തു. ഓക്കെ. ഈ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ക്വിക്ക്. ഓക്കെ മാഡം. ഈ റിപ്പോർട്ട് ഡോക്ടറെ കാണിക്കണം. വാ, അവിടെയാ. സ്വാതിമൊക്കെ എങ്ങനെയുണ്ട് ഡോക്ടർ? ഒന്നും പറയാറായിട്ടില്ല. ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടോന്ന് സംശയമുണ്ട്. 24 hours കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. ഇതുവരെയും ബോധം തെളിഞ്ഞില്ലേ ഡോക്ടർ? ഇല്ല, അതിന് സമയമെടുക്കും. പേടിക്കണ്ട, സാധ്യമായതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ധൈര്യമായിരിക്കെ. ഡോക്ടർ, എന്റെ മോക്കൊന്നും സംഭവിക്കരുത്. ഞങ്ങൾ അവളെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. എന്ത് വേണോ ചെയ്യാം. മറ്റെവിടത്തെക്കാളും ബെറ്റർ കെയർ ഞങ്ങൾ നൽകുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വന്നിടിച്ചതാവണം. സ്റ്റൊമക്കിനുള്ളിൽ ചില പ്രോബ്ലംസ് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആദ്യം കോൺഷ്യസ് ആവട്ടെ, എന്നാലേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. ധൈര്യമായിരിക്കൂ, എല്ലാം ശരിയാവും. എങ്ങനെയുണ്ട് മധുരമൊക്കെ? മധുരം പരുവം. പക്ഷേ ഇത് ഇത്തിരി കടന്ന കൈയായിപ്പോയില്ലേ മോളെ? അപകടം ആർക്കും എപ്പോ വേണേലും സംഭവിക്കാം. അതിനിങ്ങനെ പായസം ഉണ്ടാക്കി ആഘോഷിക്കുന്നത് ദൈവത്തിന് നിരക്കാത്ത പണിയാ. അതെ, ദൈവത്തിന് നിരക്കുന്ന പണിയാണെന്ന് പുള്ളിക്കാരെ നോക്കിക്കോളും. ബാനു, ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെ പോവാ. നീ വരുന്നില്ലല്ലോ? അയ്യോ, ഞാനിപ്പോ അങ്ങോട്ട് വന്നിട്ടേ ഒരു കാര്യമില്ല സതുവേട്ടാ. എന്റെ കാലിന് നല്ല വേദന. നിങ്ങൾ പോയെന്ന് അന്വേഷിച്ചിട്ട് വേഗം വാ. ഇതെന്താ പായസോ? ആരുടെ പിറന്നാളാ? അങ്ങനെ ആരുടെ പിറന്നാളൊന്നും അല്ല. ഇന്നിച്ചിരി പായസം വെക്കണം തോന്നി വെച്ചു, കുടിച്ചു, അത്രേ ഉള്ളൂ. അവിടെ ആശുപത്രിയിൽ 2 ചോരയെ കുളിച്ച് കിടപ്പുണ്ട്. നിന്റെ ആങ്ങളെയും ഏട്ടത്തി. ഈ ദിവസം തന്നെ വേണമായിരുന്നോ നിനക്ക് പായസം വെച്ച് കുടിച്ച് ആഘോഷിക്കാൻ? അയ്യോ അച്ഛ, അതെങ്ങനെ? ഈ പായസം അടുപ്പേ വെച്ചപ്പോഴല്ലേ ഞാൻ വിവരം അറിഞ്ഞത്. പിന്നെ എടുത്ത് കളയാൻ പറ്റുമോ? ഈ പാലിനും അടയ്ക്കും പഞ്ചസാരക്കൊക്കെ ഇപ്പൊ എന്താ വില? ഈ നല്ല നെയ്യാണെ കിട്ടാനുമില്ല അല്ലേ? അതെ അതെ. വനുമതി,
ഇതിനുള്ള മറുപടി ഇവക്ക് നീ കൊടുക്കണോ അതോ ഞാനായിട്ട് പറയണോ? നിങ്ങൾ എന്തോന്ന് പറയുന്നേ? അവള് കൊച്ചു കുഞ്ഞല്ലേ, വല്ല പകതിരുണ്ടോ? നിങ്ങൾ എന്തായാലും ഹോസ്പിറ്റൽ വരെ പോയി ഒന്ന് വിവരങ്ങൾ അറിഞ്ഞിട്ട് വാ. ഗൗരി, പഴുത്ത ഇല വീഴുമ്പോ പച്ചില ചിരിക്കും. പക്ഷെ തൊട്ടടുത്ത ദിവസം താനും പഴുത്ത് അടർന്നു വീഴുമെന്ന് പാവം പച്ചിലേക്ക് അറിയില്ല. ആ ഗതി നിനക്ക് വരാതിരിക്കട്ടെ. മരുമകൾക്ക് കൂട്ടുകെന്ന് ആഘോഷിക്കുന്നതിനിടയിൽ നീയും അത് ഓർക്കും നല്ലതാ. മോളെ, നീ ഇതൊന്നും കാര്യമാക്കണ്ട. അടിച്ചിറക്കി വിടും പോലെയാ അവൾ എന്നെ ആ വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ട് പോയത്. കണ്ടോ, നേരത്തോട് നേരം തികഞ്ഞില്ല. അതിനു മുമ്പ് കിട്ടിയില്ലേ കൂലി. അതിന്റെ അർത്ഥം എന്തുവാ? എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടത് ദൈവത്തിന് പോലും ഇഷ്ടമായിട്ടില്ല എന്നുള്ളതാ. മോളെ, ദൈവം നിന്റെ കൂടെ തന്നെയുണ്ട് മോളെ. ഇതാ പറ്റിയ സമയം തിരിച്ചാ വീട്ടിലേക്ക് കയറാൻ. സ്വാതിക്ക് കുറച്ച് സീരിയസ് എന്നാ കേട്ടെ. തലക്കെന്തോ പരുക്കുണ്ടെന്ന സതുവേട്ടനോട് ഫോൺ വിളിച്ചപ്പോ പറഞ്ഞത്. അവളിനി ആ വീട്ടിലേക്ക് തിരികെ വരുന്നത് ഒന്നുകിൽ ഒരു പെട്ടിക്കുള്ളിൽ, അല്ലെങ്കിൽ ഒരു വീൽ ചെയറിൽ. പരസഹായം കൂടാതെ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില് അവള് ജീവിക്കണം. മോളെ, അങ്ങനെ അതിമോഹം ഒന്നും പാടില്ല മോളെ. അവള് പെട്ടിയിലായിട്ട് വരാനൊന്നും മോൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. അത് ദൈവം പോലും പൊറുക്കില്ല. ആ ദൈവം തന്നെയല്ലേ അവൾക്ക് ഈ കൂലി കൊടുത്തത്. അതൊന്നും അല്ല മോളെ ഞാൻ പറഞ്ഞത്. അവള് മരിച്ചു പോയാലേ അവളെ ശുശ്രൂഷിക്കാൻ മോക്ക് ആ വീട്ടിൽ തിരിച്ചു കയറാൻ പറ്റുമോ? എങ്ങനെയുണ്ട് അമ്മയുടെ ഐഡിയ? കൊള്ളാമേ. അവൾ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരുമ്പോ ശുശ്രൂഷിക്കാൻ ഞാൻ. ഇതിനേക്കാളും വലിയൊരു അവസരം എനിക്ക് ദൈവം തരാനുണ്ടോ? എന്തായാലും ആശുപത്രിയിലെ വിവരങ്ങൾ അറിയട്ടെ. നീലേ, 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 ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? നീലേ, നീലേ, എങ്ങനെയാടാ? സ്വാതി ഗിരി, സ്വാതി എവിടെയാടാ? എനിക്ക് എന്റെ സ്വാതിയെ കാണണം. എന്റെ സ്വാതി എവിടെ? ഏടത്തിക്കൊന്നും പറ്റിയിട്ടില്ല. എന്റെ സ്വാതി എവിടെ? എനിക്ക് അവളെ കാണണം. എടാ, നീ ഇപ്പൊ എഴുന്നേക്കല്ലേ? ഡോക്ടർ വഴക്ക് പറയൂടാ. എനിക്കൊന്നും കേൾക്കണ്ട, ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല. ഗിരി, എനിക്ക് അവളെ കാണണം. ഗിരി, നീ പറയുന്ന പോലെയൊന്നും അല്ല. പറ്റിയിട്ടുണ്ട്. പ്ലീസ്, എനിക്ക് അവളെ കാണണം. മാറ്. സ്വാതിയുടെ അടുത്തേക്ക്, എന്നെ സ്വാതിയുടെ അടുത്തേക്ക് കൊണ്ടുപോ. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. എനിക്ക് സ്വാതിയെ കാണണം. നീ ഒന്ന് കേൾക്ക്. ഇപ്പൊ തന്നെ കണ്ടേ കാണിക്കുന്നേ. എന്നെ ഒന്ന് കൊണ്ടുപോടാ. എനിക്ക് സ്വാതി ഒന്ന് കാണണമെന്ന്. നീ എന്തേ കാണിക്കുന്നേ? എന്നെ അവളുടെ അടുത്തേക്ക് കൊണ്ടുപോടാ. ഡോക്ടർ പ്ലീസ്. ഡോക്ടർ, മിസ്റ്റർ നീൽ, ഈ അവസ്ഥയിൽ നിങ്ങൾ ഐസിയുലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അതൊന്നും സാരമില്ല, എനിക്ക് പോണം. എനിക്കൊരു സ്വാതിയെ കാണണം. അവർക്ക് കുഴപ്പമൊന്നുമില്ല. നീ സ്ട്രെയിൻ ചെയ്യരുത്. പറയുന്നത് കേൾക്കൂ. നിങ്ങളൊക്കെ കള്ളം പറയുക. എന്റെ സ്വാതിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എനിക്കൊന്ന് കാണണം. എന്നെ ഒന്ന് സ്വാതിയുടെ അടുത്തേക്ക് കൊണ്ടുപോടാ. നീൽ, റിലാക്സ്. കാണിക്കാം, ഞാൻ അവരെ കാണിച്ചു തരാം. ആ ക്യാനൊന്ന് റിമൂവ് ചെയ്തേ. ഗിരി, സ്വാതി എവിടെയാടാ? ഒന്നും പറ്റിയില്ലടാ. എന്നെ പെട്ടെന്ന് നേരെ കൊണ്ടുപോടാ. ഗിരി, നമുക്ക് പോവാം. കൊണ്ടുപോയി കാണിച്ചിട്ട് വേഗം തിരികെ കൊണ്ടുവരണം. സിസ്റ്റർ, ഒന്ന് കൂടെ ചെല്ലും. സ്വാതി എവിടെയാടാ? നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. സ്വാതി, സ്വാതി, സ്വാതി കേൾക്കുന്നുണ്ടോ? സ്വാതി, ഡോക്ടർ,
ഈ പേഷ്യന്റ് ഹസ്ബൻഡ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. അയാളോട് അകത്തേക്ക് വരാൻ പറയും. സ്വാതി, സ്വാതി കണ്ണു തുറക്ക്. സ്വാതി, സ്വാതി കേൾക്കുന്നുണ്ടോ? സ്വാതി, സ്വാതി, സ്വാതി കണ്ണു തുറക്ക്. സ്വാതി, സ്വാതി മോളെ, ഡോക്ടർ എന്റെ സ്വാതിയെ രക്ഷിക്കണം. ഡോക്ടർ, ഡോക്ടർ എനിക്ക് എന്റെ പഴയ സ്വാതിയെ തിരിച്ചു തരണം പ്ലീസ്. ഡോക്ടർ നീൽ, ഇമോഷണൽ ആവരുത് പ്ലീസ്. സ്വാതിക്ക് ഒന്നും സംഭവിക്കില്ല. സമാധാനമായിട്ടിരിക്കെ. ഈ സമയത്ത് ഇങ്ങനെ തളർന്നു പോകരുത്. കൊണ്ടുപോയിക്കോളൂ. ഡോക്ടർ, എന്റെ സ്വാതി അവളെ എനിക്ക് തിരിച്ചു തരണം. കരയാതറ, ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ, എടുത്തിക്കൊന്നുമില്ല, തിരിച്ചു വരും, തിരിച്ചു വരൂടാ. സ്വാതി, സ്വാതി, പ്ലീസ് സ്വാതി. സ്വാതി, സ്വാതി, സ്വാതി കേൾക്കുന്നുണ്ടോ? സ്വാതി, ഇറങ്ങി എന്റെ സ്വാതി. എടാ വാടാ നീലേ, അവക്ക് നീ ഒന്ന് വാ. സ്വാതി നീ ഒന്ന് കിടക്ക്. ഇല്ലടാ, അവക്ക് ബോധം തിരിച്ചു കിട്ടാതെ ഞാൻ എങ്ങനെ സമാധാനിക്കടാ? ഇങ്ങനെ വാശി കാണിക്കാതെ ഒന്ന് കിടക്ക് നീ. എടാ ഗിരി, എന്റെ സ്വാതി. എടാ നീലേ, നീ ഒന്ന് കിടക്ക് നീലേ. അവളവിടെ. എടാ ഞാൻ പറയുന്നത് ഇനി ഇവിടെ കിടക്കൂ പ്ലീസ്. ആ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യണം. പറയുന്നത് കേൾക്കും. ഡോക്ടർ, എന്റെ സ്വാതിയെ ഒക്കെ ശരിയാവും. കൂൾ പ്ലീസ്. നീ കിടക്ക്. നീ ഒന്ന് പറയുന്ന കേൾക്ക്. കിടക്കടാ. ഡോക്ടർ, സ്വാതി കിടക്കുന്നില്ലേ? സിസ്റ്റർ, എടാ എടാ ഗിരി, ഗിരി ഒന്ന് കിടക്ക്. സ്വാതിയെ നോക്കിക്കൊള്ളേ. ഡോക്ടർ, നമ്മളിത് പേഷ്യന്റ് ഹസ്ബൻഡിനോട് പറയണ്ടേ? ആ പറയണം. ആദ്യം നീൽ വേണോ ഇതറിയാൻ?
ഡോക്ടർ, എന്റെ സ്വാതി. ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ടിരിക്കെ. ഞാനല്ലേ പറയുന്നേ. ഡോക്ടർ, സ്വാതിക്ക് എന്താ പറ്റിയേ? പറയാം. കുറച്ചു സമയത്തേക്ക് മറ്റുള്ളവരൊന്ന് പുറത്തേക്ക് നിൽക്കണം. എനിക്ക് നീലിനോട് മാത്രമായിട്ടൊന്ന് സംസാരിക്കണം. ആയിക്കോട്ടെ, പ്ലീസ്. ഡോക്ടർ, എന്തിനാ അവരെ പറഞ്ഞു വിടുന്നേ? എന്താ ഡോക്ടർ? നീൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. എന്നിട്ട് ഒരു തീരുമാനം എടുക്കണം.